ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. പാത്രം കഴുകുന്ന ഫെയറി ഒക്കെ പറയും. അപ്പോൾ അതുണ്ടാക്കുകയാണ്. ഇതാണ് നമ്മുടെ കാസ്റ്റിക് സോഡ. ഇത് കളറാണ്. പിന്നെ ഇത് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂം. ഇത് നമ്മൾക്ക് പൗഡർ മാരിക്കത്തതാണ് നമ്മുടെ സോഡിയം സൾഫേറ്റ് കേട്ടോ. ഇത് 5 ലിറ്ററിൻ്റെ കിറ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതാ അപ്പം നമ്മളിവിടെ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില കിറ്റിൽ 3 ലിറ്ററിൻ്റെ ഒക്കെ കിറ്റ് ഉണ്ടാവും. അതിൽ നമുക്ക് ഒരു പൊടി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ 2 പൊടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം കാസ്റ്റിക് സോഡ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു കല്ലുപ്പിൻ്റെ മരി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ട് നമുക്കൊരു ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇറക്കിയതിന് ശേഷം ഇത് 3 മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ മാറ്റി വെക്കുകയാണ്. കാസ്റ്റിക് സോഡ 3 മണിക്കൂർ നമ്മൾ തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. സോഡിയം സൾഫേറ്റ് ആണ് കേട്ടത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ചെറിയ പാത്രത്തെ വെള്ളം വലിയ ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് ബക്കറ്റിൽ 3 ലിറ്റർ വെള്ളം കിട്ടി. ഇനി നമ്മൾ 1.5 ലിറ്റർ കൂടി വെള്ളം എടുക്കുകയാണ്. 1.5 ലിറ്റർ വെള്ളം ഈ 1/2 ലിറ്റർ സ്ലറിയും കൂടി വരുമ്പോൾ നമുക്ക് 5 ലിറ്റർ ഡിഷ് വാഷ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 1.5 ലിറ്ററിലേക്ക് നമ്മൾ ഈ സ്ലറിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സ്ലറി നമ്മൾ വലിയ ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വലിയ ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലോണം നമ്മൾ ഡിഷ് വാഷ് റെഡിയായി. ഇനി നമുക്കിതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മഞ്ഞ കളർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂം, അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് വാഷ് റെഡിയായി. ഇതാ ഇവിടെ നമ്മുടെ ഡിഷ് വാഷ് റെഡിയായി. ഇനി നമ്മളിത് ഓരോ ബോട്ടിലേക്ക് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാ നമുക്ക് 5 ലിറ്റർ ഡിഷ് വാഷ് കിട്ടി. പിന്നെ നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഡിഷ് വാഷ് ബോട്ടിലാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി പാത്രം കഴുകുന്ന സമയത്ത്. ഇത് ഞങ്ങൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ളൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്കിത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഷ് വാഷ് അധികം വേസ്റ്റായി ഒന്നും പോകില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം ഇതിന് വരുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നെക്കി കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നല്ലൊരു ഉപകാരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.